നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ ലോക്ക് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ അതിപ്പം ഫിംഗർ പ്രിന്റ് ലോക്ക് ആകാം, ഫേസ് ലോക്ക് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ പാറ്റേൺ ലോക്ക് ആകാം, അല്ലെങ്കിൽ നമ്പർ ലോക്ക് ആകാം. ഏത് രീതിയിലുള്ള ലോക്ക് നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാലും അത് മറന്നുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പിന്നീട് ഓൺ ആക്കി അതിനുള്ളിലുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ രണ്ട് രീതിയിൽ നമുക്ക് ഫോണിന്റെ സ്ക്രീൻ ലോക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ എല്ലാ ഡേറ്റകളും നഷ്ടപ്പെടും, മറ്റൊരു രീതിയിൽ നമ്മുടെ ഫോണിന്റെ ഡേറ്റകൾ നഷ്ടപ്പെടാതെയും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡേറ്റ നഷ്ടപ്പെടാതെ നമുക്ക് ഫോണിന്റെ സ്ക്രീൻ ലോക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഫോണുകളിലൊന്നും സപ്പോർട്ടഡ് ആയിരിക്കത്തില്ല. കുറച്ച് ഫോണുകളിൽ മാത്രമേ അത് സപ്പോർട്ടഡ് ആയിരിക്കത്തുള്ളൂ. ഞാൻ ഇതൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ആ ഒരു സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ഡേറ്റ നഷ്ടപ്പെടാതെ തന്നെ സ്ക്രീൻ ലോക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഡേറ്റ വലിയ വിഷയമല്ല, ഫോൺ ഒന്ന് ഓപ്പൺ ആയി കിട്ടിയാൽ മതി എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫോണിന്റെ സ്ക്രീൻ ലോക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് FRP ലോക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ പരിചയപ്പെടാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം ഒരുപാട് സ്മാർട്ട് ഫോൺ കമ്പനികളുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളുമാണ്. അപ്പം നമ്മളുടെ ഫോണിൻ്റെ ആ ഒരു പാറ്റേൺ ലോക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സാംസങ് ഫോണ്, MIയുടെ ഫോണ്, അല്ലെങ്കിൽ റെഡ്മി, റിയൽമി ഇങ്ങനെയൊക്കെയുള്ള ഫോണുകളിലൊക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയായിരിക്കും നമുക്ക് പാറ്റേൺ ലോക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മുടെ ഫോൺ ഓൺ ആയി നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്ത് ഈ പാറ്റേൺ ലോക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് എറേസ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. എന്നാൽ ഓൺ ആകാത്ത സാഹചര്യത്തിൽ നമ്മൾ റിക്കവറി മോഡിൽ പോയിട്ടാണ് ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത്, അതായത് ഫാക്ടറി റീസെറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കമ്പനികളുടെ ഫോണിലും ഓരോ രീതിയിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടുന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ ലോക്ക് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും നോക്കാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെനോർഷെയറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. ടെനോർഷെയർ ഫോർ യു കീ ഫോർ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് iOS-ന് വേണ്ടിയും അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിന് വേണ്ടി അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രീ വേർഷൻ നമുക്ക് ഇവിടെ ഒന്ന് ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്കിത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ പ്ലാനുകളുണ്ട്, അതിനനുസരിച്ച് നമുക്കിത് ബൈ ചെയ്യാം. 1 month ഉണ്ട്, 1 year, ലൈഫ് ടൈം ലൈസൻസ്, അങ്ങനെ 3 പ്ലാൻസ് ഉണ്ട്. ഇത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ബൈ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 20%, 30% ഒക്കെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഫയൽ ഡൗൺലോഡ് ആവും. നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയർ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ റിമൂവ് സ്ക്രീൻ ലോക്ക്, റിമൂവ് FRP ലോക്ക്, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. FRP റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോൺ കണക്ട് ചെയ്ത് അതിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഗൂഗിൾ ലോക്ക് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്കാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റിമൂവ് സ്ക്രീൻ ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ റിമൂവ് സ്ക്രീൻ ലോക്ക്, അതേപോലെ റിമൂവ് സ്ക്രീൻ ലോക്ക് വിത്തൗട്ട് ഡേറ്റ ലോസ്, അങ്ങനെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റിമൂവ് സ്ക്രീൻ ലോക്ക് വിത്തൗട്ട് ഡേറ്റ ലോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഡിവൈസുകൾ മാത്രമേ സപ്പോർട്ടഡ് ആയിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഇവിടെ നിങ്ങളുടെ ഡിവൈസുകളൊക്കെ സപ്പോർട്ടഡ് ആണോ എന്നുള്ള കാര്യം. സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ ലോസ് ഇല്ലാതെ തന്നെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ റിമൂവ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവൈലബിൾ ഫോർ മോസ്റ്റ് ആൻഡ്രോയിഡ് ഡിവൈസ്, അതായത് ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഡിവൈസുകളിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രീൻ ലോക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എഴുതി വന്നിരിക്കുന്നത് കണക്ട് യുവർ ഡിവൈസ് ടു കമ്പ്യൂട്ടർ. ഈ ഒരു ഫോണിൻ്റെ ലോക്ക് സ്ക്രീനാണ് ഞാനിവിടെ റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി, എന്താണ് പാസ്വേഡ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം. ഇതിൻ്റെ ലോക്ക് സ്ക്രീന് ഞാൻ കമ്പ്യൂട്ടറുമായിട്ട് ഡേറ്റ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോൺ കണക്ട് ചെയ്യുകയാണ്. ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏത് ഡിവൈസാണ് നമ്മൾ കണക്ട് ചെയ്തെന്നുള്ളത് ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. സാംസങ് ഡിവൈസാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡേറ്റയും എറേസ് ആയി പോകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോസസ്സിംഗ് നടക്കും. ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം എങ്ങനെയാണ് ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ റിമൂവ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 2 രീതിയിലുള്ള ഫോണുകളാണ്, ഹോം ബട്ടൺ ഉള്ള ഫോണുകളും ഹോം ബട്ടൺ ഇല്ലാത്ത ഫോണുകളും. എൻ്റെ ഫോണിൽ ഇപ്പം ഹോം ബട്ടൺ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ഞാൻ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പവർ ഓഫിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. പവർ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ, അതേപോലെ ഹോം ബട്ടൺ, ഇത് 3ഉം കൂടെ ഒരേപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതേപോലെ നമുക്ക് സാംസങ്ങിൻ്റെ ലോഗോ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ ബട്ടൺസ് എല്ലാം തന്നെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പം ഇതുപോലെ റിക്കവറി മോഡിലേക്ക് ഓപ്പൺ ആവും. നമ്മുടെ ഫോണിൻ്റെ റിക്കവറി മോഡാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓരോ ഫോണിലും ഓരോ രീതിയിലാണ് റിക്കവറി മോഡിലേക്ക് നമ്മളെ എത്താനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം സാംസങ് ഫോണിൽ ഈ രീതിയിലാണ് നമുക്ക് റിക്കവറി മോഡിൽ എത്താൻ സാധിക്കുന്നത്. മറ്റ് ഡിവൈസുകൾ മറ്റ് കമ്പനികളുടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ റിക്കവറി മോഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അടുത്ത സ്റ്റെപ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടച്ച് ഒന്നും വർക്ക് ചെയ്തില്ല. നോക്കുക, ടച്ച് സ്ക്രീന് വർക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മളിവിടെ ഈ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതായത് വോളിയം ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റിൽ വന്നു. അതിനുശേഷം ഓക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ രീതിയിൽ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കിവിടെ യെസ് എന്നുള്ളതിലേക്ക് ഈ ഒരു സെലക്ഷൻ കൊണ്ടുവരണം. ഞാൻ യെസ്സിൽ കൊണ്ടുവന്ന് വീണ്ടും പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ഫോൺ റിക്കവറി മോഡിൽ റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് വൈപ്പിംഗ് ഡേറ്റ എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫാക്ടറി റീസെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം റീബൂട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് റീബൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് റീബൂട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീബൂട്ട് ചെയ്യുന്നു. ഫോണിപ്പോൾ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് സെറ്റിംഗ്സ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ലോക്ക് സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഡേറ്റ എല്ലാം എന്തായാലും പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് പാസ്വേഡ് ഇല്ലാതെ ഫോണിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സെറ്റ് സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. അതായത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ലോക്ക് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്സ് ഇവിടെ കാണിക്കും. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓൺ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യമുള്ളൂ. ഫിനിഷ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. അതിപ്പോൾ ഏത് കമ്പനിയുടെ ഫോണാണെങ്കിലും ഈ രീതിയിൽ സ്ക്രീൻ ലോക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്ക്രീൻ ലോക്ക് ചോദിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഡേറ്റ മൊത്തം പോയിട്ടുണ്ടായിരിക്കും. ഒരു ഡേറ്റയും നമ്മുടെ ഫോണിൽ കാണത്തില്ല. നോക്കുക, ഫോൺ റീസെറ്റ് ആയി സ്ക്രീൻ ലോക്ക് റിമൂവ് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ക്രീനിൽ സോഫ്റ്റ്വെയറിനുള്ളിൽ എഴുതി വന്നിട്ടുണ്ട് റിമൂവ് ദ സ്ക്രീൻ ലോക്ക് സക്സസ്ഫുള്ളി എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയറോടെ ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും സമയത്ത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.